ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിൻസ് ആൻഡ് ഇറ്റ്സ് മീ ഷാൻലാൽ. ഇപ്പോൾ നമ്മളെല്ലാവരും വിൻഡോസ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നമ്മൾ വിൻഡോസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ആവശ്യം വരാറുണ്ട്. ഈ നമ്മൾ യൂസ് ചെയ്യണ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അഡോബിൻ്റെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികളുടെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റണ ഏതെങ്കിലും ഒരു നല്ല സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പേ ചെയ്യണം. അത് ഏകദേശം നമ്മൾ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5000 തുടങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു 60,000-70,000 രൂപ ഒരു വർഷം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാശ് കൊടുക്കാനില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 2-3 വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു വെബ്സൈറ്റ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് free4pc.org. ഇതാണ് ആ ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഒരുപാട് തരത്തിലുള്ള പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറാം. നമുക്ക് ഏതൊരു സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, ഈ പറയുന്ന വെബ്സൈറ്റ്സ് ഒക്കെ, അതായത് ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ചെയ്യാനായിട്ട്. ഇത് പറയാൻ കാരണം ഇനി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പേര് ഒന്നും പറയരുത്. ഞാൻ ഇനി പറയാൻ പോകുന്ന വെബ്സൈറ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്യണതാണ്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സും ഈ പറഞ്ഞോണം ഇതേ വെബ്സൈറ്റിൽ നിന്നൊക്കെ കയറിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പേഴ്സണലി എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അത് എന്നെ വന്ന് ചീത്ത പറയരുത്. കാരണം ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഒരിക്കലും ഒറിജിനൽ അല്ല, ഒറിജിനലിൻ്റെ തന്നെ ക്രാക്കഡ് വേർഷൻ ആണ്. സോ നിങ്ങളിതൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ്, സ്വന്തം റിസ്കിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് free4pc.org. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോളം എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് fordownload.net. ഇതാണ് രണ്ടാമത്തെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർസും കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ ഒരു സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാം, അതിനുശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ വെബ്സൈറ്റ് അത് നോക്കാം. ഈ മൂന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഈ മുമ്പ് പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നതും ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് get-into-pc എന്നാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയാം. ഓൾമോസ്റ്റ് കുറേ പേര് ഇതിനകത്ത് ഒരുപാട് സാധനം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. get-into-pc.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. ഈ ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ കണ്ട അതേപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കണ കാണാം. നമുക്ക് ഇതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ജസ്റ്റ് ആ ഒരു സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ തന്നെ കുറേ വേർഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് മുമ്പത്തെ ഒരു വേർഷൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഒരു വേർഷൻ വരെ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 2018 തുടങ്ങിയിട്ട് നമുക്ക് 2022 വരെയുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓൾഡ് വേർഷൻ വേണമെങ്കിൽ നമുക്ക് ഓൾഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാം, പുതിയ വേർഷൻ വേണമെങ്കിൽ നമുക്ക് പുതിയ വേർഷൻ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നൊക്കെ. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ 3 വെബ്സൈറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ ഈ 3 വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വന്തം റിസ്കിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. സോ നിങ്ങൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.